നമ്മളെപ്പോഴും വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ മനസ്സല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഒതുങ്ങുന്ന കാരണം ഭയങ്കര ലെവലിൽ പല ആളുകളുടെ കൺസെപ്റ്റിന് വേണ്ടിയിട്ടൊരു ലിവിങ് റൂം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഒരിക്കലും ഒരു സജസ്റ്റീവായിട്ടുള്ളൊരു ഐഡിയ അല്ല. പകരം നമ്മളിപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഞങ്ങൾ കൂടുതലും വലിയ വൻകിട കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ വൻകിട ഹൗസസ് നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഹൗസസ് എന്നുള്ള ആൾക്കാർ ഏത് ഹൗസായാലും എങ്ങനത്തെ ഹൗസായാലും നമ്മൾ ചെയ്യേണ്ട ഓരോ ഭാഗങ്ങളുണ്ട്. അത് അതിൻ്റെ സിംപ്ലിസിറ്റിയിൽ കൂടി മാത്രം ചെയ്യുക. ഒരു ഹൈലൈറ്റഡ് വാൾസ്, ചില വാൾസൊക്കെ ചില ഹൈലൈറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം. സോഫ സെറ്റിയൊക്കെ വളരെ കോസി, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർ സ്കീമിലുള്ള സോഫ സെറ്റുകളുണ്ട്. സോഫ രീതിയിൽ വേണോ അല്ലെങ്കിൽ വുഡൻ സ്റ്റൈലിലെ ഫർണിച്ചറുകൾ വേണോ, അതൊക്കെ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ദ സൈസ് ഓഫ് ദി റൂംസ്. അതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ, ആരെയും മോഹിപ്പിക്കാനുള്ളൊരു ചിന്തയിൽ കൂടിയല്ല ഒരു ലിവിങ് റൂം ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ലൈറ്റിംഗ് ആയാലും അതിന് നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ ഒരുപാട് വലിച്ചു വാരി ഒരു ലിവിങ് റൂമിൽ ഒന്നും സജ്ജീകരിക്കരുത്. നിങ്ങൾ കഴിയുന്നതും എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു ഹൈലൈറ്റഡ് വാൾസ് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ടീപ്പോയി, അത്ര കാര്യങ്ങളും. പിന്നെ നമുക്ക് പലർക്കും ഇപ്പോൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ചാർജിങ് സ്പേസസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ആരെങ്കിലത്തൊക്കെ വരുമ്പോൾ അവർ ചാർജ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളും. കാരണം നമുക്ക് മറ്റുള്ളവരെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഈ ലിവിങ് റൂം ഉണ്ടാക്കേണ്ടത്, മറ്റുള്ളവരെ കണ്ണ് തെളിപ്പിക്കാനില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിൽ മാത്രം ലിവിങ് റൂമുകളൊക്കെ ഡിസൈൻ ചെയ്യുക.